ദശകം 13 ശ്ലോക 10. മുനീന്ദ്രൈഃ ഇത്യാദി സ്തവനമുഖരൈഃ മോദിതമനാഃ മഹീയസ്യ മൂർത്യാ വിമലധരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാകാരോഗം മേ സകലം അഭിവാദാലയപതേ. മുനീന്ദ്രൈഹി മുനിമാരാൽ ഇത്യാദി ഇപ്രകാരമുള്ള സ്തവന സ്തുതിവചനങ്ങൾ മുഴക്കുന്ന മുഖരൈഹി ആ മുഖങ്ങളിൽ നിന്നും ഉയരുന്ന മോദിത സന്തുഷ്ട മനാഹ ചിത്തനാക്കപ്പെടുകയും മഹീയസ്യ വളരെ വലുതായ മൂർത്തിയ ശരീരത്തോടുകൂടി വിമലതര വിശുദ്ധമായ കീർത്തിയ യശസ്സോടുകൂടിയും കൂടി വിലസൻ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വധിഷ്ണ്യം യജ്ഞപരാഹമൂർത്തിവേഷം സംപ്രാപ്തക അത് മാറ്റി വൈകുണ്ഠത്തിൽ സ്വന്തം പദത്തെ സ്വീകരിച്ചുകൊണ്ട് സുഖരസവിഹാരി പരമാനന്ദത്തോടുകൂടി വിഹരിക്കുന്ന മധുരിപോ മധുസൂദന നിരുന്ധ്യാക നിരോധിക്കേണമേ രോഗങ്ങളെല്ലാം മേ എൻ്റെ സകലം സമസ്ത അപി ഇപ്പോൾ വാതാലയപതേ ഗുരുവായൂരപ്പ. അപ്പോൾ ഈ ദശകത്തിൽ നമ്മൾ ഹിരണ്യാക്ഷ വധത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ ആ ഒരു ഹിരണ്യാക്ഷനെ എല്ലാം വധിച്ചതിന് ശേഷം ആ ഒരു യജ്ഞവരാഹമൂർത്തിയെ മുനിമാരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സ്തുതി വചനങ്ങൾ കൊണ്ട് ഭഗവാനെ അങ്ങനെ സന്തോഷിപ്പിക്കുകയും അത്ര സന്തുഷ്ടനായ മനസ്സോടു കൂടിയ ആ വളരെ വലിയ ശരീരത്തോടു കൂടിയ ആ യജ്ഞസ്വരൂപനായ ആ വരാഹമൂർത്തി തൻ്റെ യശസ്സോടു കൂടിയുള്ള കീർത്തനങ്ങൾ കേട്ട് വളരെ അധികം മനസ്സ് നിറയുകയും അങ്ങനെ ആ ഒരു യജ്ഞവരാഹമൂർത്തി എന്ന അവതാരത്തെ പൂർണ്ണമായി തീർത്തുകൊണ്ട് ആ വൈകുണ്ഠത്തിൽ സ്വന്തം പദത്തെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ സുഖ രസത്തോടു കൂടി പരമാനന്ദത്തോടു കൂടി വിഹരിക്കുന്ന അല്ലയോ മധുസൂദന, എൻ്റെ സമസ്ത രോഗങ്ങളെ ഇല്ലാതാക്കി തീർക്കണമേ ഗുരുവായൂരപ്പ എന്നാണ് ഇവിടെ ഭട്ടതിരി പറയുന്നത്. മുനീന്ദ്രൈരാദി സ്തവനമുഖരൈർമോദിതമനാഃ മഹീയസ്യാ മൂർത്യാ വിമലധര കീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാദാലയപതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.